ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു ഹനത് ഫാഷൻ ടേക്ക്. ഇന്ന് എല്ലാവരുടെയും വിശേഷങ്ങൾ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു, സന്തോഷമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട് എന്താണെന്ന് ചോദിച്ചാൽ 2024 എൻ്റെ ബിസിനസ്സിനെ കുറിച്ചിട്ട് ഒരു കുഞ്ഞ് എന്താ പറയുക ഷോർട്ടായിട്ടൊന്ന് പറയാമെന്ന് വിചാരിച്ചു കേട്ടോ. ഈ ഒരു വർഷം എനിക്ക് എങ്ങനെയായിരുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഞാൻ നമ്മുടെ ഷിംല ആൻസേഴ്സ് വ്ലോഗിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിൽ ബിസിനസ്സാണല്ലോ സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ ബിസിനസ്സിനെ കുറിച്ചിട്ട് ഉയർച്ച താഴ്ചകളെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് പറഞ്ഞു വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നിങ്ങളും ആലോചിച്ച് നോക്ക്, എത്രത്തോളം നിങ്ങളുടെ ബിസിനസ്സിൽ വളർച്ചയുണ്ടായി, അല്ലെങ്കിൽ മോശമായിരുന്നോ, എന്തൊക്കെയാണ് ഇനി ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തേണ്ടത്, എവിടെയൊക്കെയാണ് നിങ്ങൾക്ക് പാളിച്ചകൾ പറ്റിയത് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സമയമായിട്ട് എടുക്കുക കേട്ടോ ഇതിനെ. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കറിയാം, വളരെ നല്ല രീതിയിൽ ഹെയർ അക്സസറീസ് ബിസിനസ് ചെയ്തിരുന്ന ഒരാളാണ് ഞാൻ. ഇപ്പോഴും ചെയ്യുന്നുണ്ട്, ഇല്ല എന്നല്ല, പക്ഷേ വളരെ വളരെ നല്ല രീതിയിൽ ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. ഡിസംബർ ലാസ്റ്റ്, അതായത് 2023 ഡിസംബർ ലാസ്റ്റ് തൊട്ടിട്ട് എനിക്ക് കുറച്ച് പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങി. ബിസിനസ്സിലല്ല, നിങ്ങൾക്കറിയാം അന്നമ്മേൻ്റെ ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു. അപ്പോഴേക്കും നമ്മൾ അപ്ഡേറ്റ് ചെയ്യാണ്ടിരുന്നാൽ, അല്ലെങ്കിൽ നമ്മൾ കസ്റ്റമേഴ്സിനെ ഡീൽ ചെയ്യാണ്ട് പോയാൽ നമ്മളെ വിട്ടിട്ട് കസ്റ്റമേഴ്സ് വേറെ അടുത്തേക്ക് പോകും. അത് ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ എൻ്റെ ഒരു തിരക്കും കാര്യങ്ങൾക്കും ഇടയിൽ ബിസിനസ് ശ്രദ്ധിക്കാൻ പറ്റിയിരുന്നില്ല. മെൻ്റലി ഞാൻ ഡൗൺ ആയിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ബിസിനസ്സും ഡൗൺ ആയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് മുമ്പോട്ട് പോയപ്പോഴാണ് കുറച്ച് ഫാമിലി ഇഷ്യൂസും കാര്യങ്ങളും ഒക്കെ വരാൻ തുടങ്ങി. എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസിൻ്റെ പ്രശ്നങ്ങൾ വരാൻ തുടങ്ങി. അങ്ങനെ വീഡിയോസ് കംപ്ലീറ്റ് ആയിട്ട് എനിക്ക് നിർത്തേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അതായത് വീഡിയോസ് ഇടൽ കുറവായിരുന്നു. നമ്മളൊരു ബിസിനസ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ യൂട്യൂബ് ചാനൽ ആയിക്കോട്ടെ, അതിനെല്ലാം കണ്ടിന്യൂ ചെയ്ത് പോയില്ല എന്നുണ്ടെങ്കിൽ, നമ്മൾ കൃത്യമായിട്ട് അതിനെ നോക്കി വെള്ളമൊഴിച്ച് വളർത്തിയില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് തളർന്നു പോകും കേട്ടോ. ഒരു വിത്ത് നട്ട് അതിനെ നനച്ച് അതിന് വേണ്ട വളവും വെള്ളവും ഒക്കെ കൊടുത്ത് വളർത്തുന്നത് പോലെ തന്നെയാണ് നമ്മുടെ ബിസിനസ്സും. ഡെയിലി ചെടിക്ക് വെള്ളം ഒഴിക്കുന്നത് പോലെ നമ്മുടെ ബിസിനസ്സിനെയും നമ്മൾ വെള്ളമൊഴിച്ച് വളർത്തിക്കൊണ്ട് വന്നില്ല എന്നുണ്ടെങ്കിൽ അത് തളർന്നു തന്നെ പോകും കേട്ടോ, പാടിക്കരിഞ്ഞു പോവും. അതാണ് എനിക്ക് സംഭവിച്ചത് ഈ ഒരു വർഷം. 2024 തുടക്കത്തിൽ തന്നെ എൻ്റെ കയ്യിൽ നിന്ന് എല്ലാം പോയിട്ടുണ്ടായിരുന്നു. അതായത് കംപ്ലീറ്റ്ലി ഞാൻ ഒരു വല്ലാത്തൊരവസ്ഥയിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ബിസിനസ് ശ്രദ്ധിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, ചാനൽ ശ്രദ്ധിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ ചാനലിൽ ഡെയിലി വീഡിയോസ് ഇടുന്ന ഒരാൾ അല്ല ഞാൻ, സത്യം പറഞ്ഞാലല്ല. വല്ലപ്പോഴും കൂടിയിട്ട് സീസൺ അനുസരിച്ചിട്ട് വീഡിയോസ് ഇട്ട് പോകുന്ന ഒരാളാണ്. പക്ഷേ അതുകൊണ്ട് പോലും ഞാൻ നന്നായിട്ട് എൻ്റെ കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. അതായത് ഞാൻ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കാൻ തുടങ്ങിയത് മുന്നേയും എനിക്ക് സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ അതൊക്കെ വളരെ ചെറിയ വരുമാനവും കാര്യങ്ങളുമായിരുന്നു. ഞാൻ എൻ്റേതായ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും സാക്ഷാത്കരിച്ച് തുടങ്ങിയത് ഈ ഒരു ബിസിനസ്സിലോട്ട് വന്നപ്പോഴാണ്, അല്ലെങ്കിൽ യൂട്യൂബ് ചാനലിലൂടെ തന്നെയാണ് കേട്ടോ. അത് ഇടയ്ക്ക് വെച്ച് എപ്പോഴോ എനിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളും നമുക്ക് ഏണിങ്സ് ഉണ്ടായിട്ട് അത് നഷ്ടപ്പെടുമ്പോഴത്തേക്കും ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ആവശ്യങ്ങൾ വേറൊരാളുടെ അടുത്ത് പോയി പറഞ്ഞ് ചെയ്യിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ഒരു തവണ കൂടുതലൊന്നും എന്നെക്കൊണ്ട് പറ്റില്ല കേട്ടോ ചോദിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾക്ക് ഉറപ്പായിട്ടും ജോലി വേണം. അപ്പോൾ എനിക്ക് ഈ ഒരു ബിസിനസ്, എൻ്റെ ചാനലും ഒക്കെ എൻ്റെ നിലനിൽപ്പ് കൂടിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ തുടക്കം എനിക്ക് ഭയങ്കര മോശമായിരുന്നു. പിന്നീട് അങ്ങോട്ട് കുഴപ്പമില്ല, മാഷാ അല്ലാ, ഒരു മീഡിയം ലെവലിൽ ഇങ്ങനെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഈ എൻ്റെ ആയപ്പോഴത്തേക്കും ഞാൻ കുറച്ച് തിരക്കായി. നിങ്ങൾക്കറിയാം, വീടിൻ്റെ പാലുകാച്ചലും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അത്യാവശ്യം നല്ല ബിസി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉണ്ടായിരുന്ന സാധനങ്ങളൊക്കെ അത്യാവശ്യം കൊടുത്ത് തീർത്തിട്ട് എനിക്ക് പുതിയ സാധനങ്ങൾ ന്യൂ ഇയറിൽ ന്യൂ ബിസിനസ്സുമായിട്ട് വരണം എന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ അതിൻ്റെ സെയിലും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത്. മാഷാ അല്ലാ, ഇതുവരെ എൻ്റെ ബിസിനസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും എനിക്ക് നഷ്ടം എന്ന് പറയാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഞാൻ എടുത്ത സാധനങ്ങൾ ഒരുപാട് ബാക്കിയായി എനിക്ക് കൈനഷ്ടം വന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടില്ല. വളരെ വൃത്തിയായിട്ട് അത് കൊണ്ട് നടക്കാൻ എനിക്ക് ഇതുവരെ സാധിച്ചിട്ടുണ്ട്. ഇടയ്ക്കൊക്കെ കുറച്ച് ഇങ്ങനെ ഡൗൺ ആയിട്ടുണ്ടെങ്കിൽ പോലും അതെനിക്ക് ഒരിക്കലും ബാധ്യതയോ അല്ലെങ്കിൽ കടക്കെണിയിലോട്ടോ അതും അല്ലെങ്കിൽ നഷ്ടമോ ആയിരുന്നില്ല കേട്ടോ. ലാഭം തന്നെ ഉണ്ടായിട്ടുള്ളൂ. കുറേ പേർക്കും ഡൗട്ടാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ കൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം. ഒരു സാധാരണക്കാരിയായിട്ടുള്ള ഒരാളാണ് ഞാൻ, വളരെ 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 സാധാരണക്കാരിയായിട്ടുള്ള ഒരാൾ.
വീട്ടിൽ 2 മക്കളും ഹസ്ബൻഡുമായിട്ട് ജീവിക്കുന്ന ഒരു വീട്ടമ്മ, അങ്ങനെ തന്നെ പറയാം. അങ്ങനെയുള്ള എനിക്ക് എൻ്റെ കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. എൻ്റേതായ ആഗ്രഹങ്ങൾ സാധിക്കാൻ ഈ ഒരു ബിസിനസ് കൊണ്ട് സാധിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്കും പറ്റും. അത് ഈ ഒരു ബിസിനസ് എന്നല്ല, നിങ്ങൾക്ക് എന്താണോ ആഗ്രഹം, നിങ്ങൾക്ക് എന്താണോ ഇൻട്രസ്റ്റ്, ആ ഒരു കാര്യത്തിൽ നിങ്ങൾ നിങ്ങളുടെ 24 മണിക്കൂർ എന്ന് പറയുന്ന സമയത്ത് നിന്ന് കുറച്ച് കൊടുത്താൽ, ഒരു 1-2 മണിക്കൂറെങ്കിലും അതിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചാൽ പതുക്കെ നിങ്ങൾക്കത് അച്ചീവ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇതെൻ്റെ എക്സ്പീരിയൻസ് ആണ്, എൻ്റെ ലൈഫാണ്. അപ്പം ചിലരൊക്കെ പറയും അത് ഭാഗ്യം കൊണ്ടാണ്. ഭാഗ്യം ഉണ്ടാവും കേട്ടോ, ഒരു ഭാഗത്ത് ഭാഗ്യം എന്ന് പറയുന്നൊരു സംഭവം വേണം. പക്ഷേ ഹാർഡ് വർക്ക് എന്ന് പറയുന്നത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എന്തൊക്കെ പ്രതിസന്ധി വന്നാലും അത് മാറ്റി വെക്കാതിരുന്നാൽ പടച്ചോൻ നമുക്കത് തരും, ഉറപ്പാണ്. അത്രയും പാഷനോട് കൂടിയിട്ട് നമ്മൾ അതിൻ്റെ പുറകെ പോവുകയാണെന്നുണ്ടെങ്കിൽ, അത്രയും ആഗ്രഹിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്കത് കിട്ടും കേട്ടോ. ഞാൻ ഇതിലോട്ട് ഇറങ്ങുന്നതിന് മുമ്പായിട്ട്, ഈ ഒരു സംഭവമൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് വല്ലാണ്ട് എന്നെ വേദനിപ്പിക്കുന്ന കുറേ വാക്കുകൾ കേട്ടിട്ടുണ്ടായിരുന്നു. കുറേ ഇൻസിഡൻസ് എൻ്റെ ലൈഫിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇനി അതിനെ തോറ്റു കൊടുക്കില്ല, ഇനി അതിനെ അങ്ങനെ പറയിക്കില്ല എന്നുള്ള ഒറ്റ വാശിയുടെ പുറത്താണ് ഞാൻ ഇന്നിവിടെ വന്ന് നിൽക്കുന്നത്. അപ്പോൾ നമ്മളാരെങ്കിലും ഇൻസൾട്ട് ചെയ്യാനുണ്ടെങ്കിൽ അത് ആലോചിച്ചിട്ടിരുന്ന് കരയല്ല വേണ്ടത്. ആ ഇൻസൾട്ടിനെ നമ്മളെന്താണ്, നമുക്കൊരു പ്രചോദനമാക്കിയിട്ട് എടുത്തിട്ട്, അല്ലെങ്കിൽ ഇനി അങ്ങനെ പറയിക്കരുത് എന്ന് ചിന്തിച്ചുകൊണ്ട് മുമ്പോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും എല്ലാവരുടെ ആഗ്രഹങ്ങളും സാധിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ ഒരു ന്യൂ ഇയർ, ഇനി വരുന്ന ന്യൂ ഇയർ നിങ്ങൾക്കെല്ലാം ഒരു നല്ല വർഷമാവട്ടെ എന്ന് പറയുന്നതിലുപരി പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ വരും. ഒരുപാട് കാര്യങ്ങൾ ഇനിയും നമ്മൾ തരണം ചെയ്യേണ്ടി വരും. ഒരിക്കലും സ്മൂത്തായിട്ടുള്ളൊരു ലൈഫല്ല നമുക്ക് ഭൂമിയിൽ കിട്ടുന്നത്. പ്രശ്നങ്ങളില്ലാത്ത ഒരു മനുഷ്യനും ഇല്ല. ഒന്നല്ലെങ്കിൽ ഒന്ന് നമുക്ക് പടച്ചോൻ തന്നുകൊണ്ടേയിരിക്കും. പക്ഷേ അതിനെയൊക്കെ ധൈര്യത്തോടെ നേരിട്ട് മുന്നോട്ട് പോകാനുള്ള ആ ഒരു മനസ്സ് റബ്ബ് എല്ലാവർക്കും തരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വർഷം പുതിയ വീഡിയോ ആയിട്ട് കാണാം.